എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിൽ ഒരുപാട് പേര് കാണും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ല, എന്നാൽ അവർക്ക് നല്ല സുന്ദരികളായിട്ട് ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്യാതെ നല്ല സുന്ദരികളായിട്ടിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൺസ്ക്രീൻ ആണെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്ന സൺസ്ക്രീൻ ഈ സൺസ്ക്രീനാണ്. ഇതിനകത്ത് മറ്റേ ഫൗണ്ടേഷൻ്റെ എഫക്റ്റോ അങ്ങനെയൊന്നും ഉള്ള സൺസ്ക്രീൻ അല്ല, ബനാന ബോട്ടിൻ്റെ നോർമൽ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ മേക്കപ്പ് ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൗഡർ, കോമ്പാക്റ്റ് പൗഡർ ആയാലും ലിക്വിഡ് ഫൗണ്ടേഷൻ ആയാലും അതുപോലെ തന്നെ ബ്ലഷ്, പിന്നെ ഐ ഷാഡോസ് അതൊന്നും ഇല്ലാതെ, അതുപോലെ ലിപ്സ്റ്റിക്ക് അതൊന്നും ഇല്ലാതെ. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കും. ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് ഇടാം. പിന്നെ നമുക്ക് ലിപ് ബാം കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇട്ടിരിക്കണത് നമ്മുടെ ലെബല്ലോയുടെ ചെറി ഫ്ലേവറില്ലേ, ആ ലെബല്ലയാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഷെയ്ഡ് കളറും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് സുന്ദരികളായിട്ടിരിക്കാൻ പറ്റണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ദിവസത്തിൽ 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും മസ്റ്റായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക. നമ്മൾ ക്ലീനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മുഖം വാഷ് ചെയ്യുക. ഒന്നെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പയറ് പൊടിയോ കടലപ്പൊടിയോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരുപാട് നമ്മുടെ മുഖം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് ആ മോയ്സ്ചറൈസറും ഉപയോഗിക്കുക. പിന്നെ അക്കോർഡിംഗ് ടു നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടുക. നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ ചേരുന്ന രീതിക്കുള്ള ഫേസ് പാക്ക് ഏതാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ അത് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മുഖം നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അതങ്ങ് വിടുക. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്നും കൂടെ ജസ്റ്റ് എല്ലാ വശവും നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കണം നമ്മുടെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീൻ അക്കോർഡിംഗ് ടു നിങ്ങളുടെ സ്ക്രീൻ ഉപയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ഈ ആഴ്ചയിൽ വേറെ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് പാക്കുകൾ വേറെ ഇടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുക, ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ആ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ നമുക്കൊന്ന് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഡെയിലി ഒന്നും ഫേസിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അപ്ലൈ ചെയ്യുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഇടവിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് ജസ്റ്റ് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്ലീനപ്പ് ചെയ്യുക. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ക്ലീനപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ക്ലീനപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ക്ലീനപ്പ് ചെയ്യുന്ന വീഡിയോസ് 2, 3, 4 അങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഏതെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പാർലറിൽ പോയിട്ട് ചെയ്യാം. ക്ലീനപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ക്ലീനപ്പ് എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് ഫേസ് വെറ്റാകുന്നത് വരെ സ്റ്റീം എടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ ഹോം മെയ്ഡ് സ്ക്രബോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും സ്ക്രബോ അക്കോർഡിംഗ് ടു നമ്മുടെ സ്കിന്നിന് യോജിച്ചതനുസരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കളയുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ച്
ഉപയോഗിച്ച് അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വന്നു കഴിയുമ്പോൾ ഒരു തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുക. ഇതാണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ കാര്യം മാസത്തിലൊരിക്കലും മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു 3-4 മാസമൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്കൊരു പ്രാവശ്യം നമുക്ക് ഫേഷ്യൽ ചെയ്യാം. അതും ഇത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ടവർക്ക് വീട്ടിൽ ചെയ്യാം. വീട്ടിൽ ഞാൻ ഹോം മെയ്ഡ് സാധനങ്ങൾ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 മാസം കൂടുമ്പോൾ നിങ്ങളൊരു പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്യണത് നമ്മുടെ മുഖത്തേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടാവാനും നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിക്കാനും അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താനായിട്ട് നമുക്ക് അത് നമ്മളെ സഹായിക്കും. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അത് നമുക്ക് ഒന്നെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ എങ്ങനെയാണ് മസാജ് ചെയ്യണതെന്നുള്ള ഫേസ് മസാജിങ് വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് എന്നോട്. അവർക്ക് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ക്രീം വെച്ചിട്ട് നമുക്ക്, നാച്ചുറൽ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാവുന്ന രീതികളിലും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കാൽപ്പും ഹെയറും ക്ലീൻ ആയിട്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഡാൻഡ്രഫും കുരുവും അഴുക്കും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തേക്ക് കൂടുതൽ അഴുക്കുണ്ടാകാനും നമ്മുടെ മുഖവും സ്കിന്നും ഒക്കെ ഡേർട്ടി ആയിട്ടിരിക്കാനും മുഖത്ത് കുരുക്കളും അതുപോലെ പാടുകളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ അതിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഒരു മെസ്സേജ്, ഞാൻ ഫേഷ്യൽ മസാജ് ചെയ്യണ വീഡിയോയുടെ താഴെ ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിലും ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇറിറ്റേഷൻ ആവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയണത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഫേസ് ക്ലീൻ ചെയ്യണത്, അല്ലെ പാക്ക് ചെയ്ത് ഉപയോഗിക്കണം, ഓയിലി സ്കിൻകാർക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഫേസ് മസാജ് ചെയ്യണം, അതൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പിന്നെയും റിപ്പീറ്റായിട്ട് പറയുകയൊക്കെ ചെയ്യണത്. അത് നമ്മൾ എത്ര പ്രാവശ്യം കേട്ടാലും ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ തന്നെ ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യണത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പിരികമൊക്കെ ഒന്ന് ഒരു ഷേപ്പിൽ ആക്കി വെച്ച് ജസ്റ്റ് നമ്മുടെ കണ്ണ് ഒക്കെ ഒന്ന് എഴുതി, അതുപോലെ ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇടണം എന്നുള്ളവർക്ക്, ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ലെബല്ലോ പോലത്തെ കളേർഡ് ലിപ് ബാംസ് കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ജസ്റ്റ് ഒരു കുഞ്ഞി പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ, അതായത് ഒരു 3-4 മണിക്കൂർ നേരത്തേക്കൊക്കെയാണ് ഞാൻ പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫൗണ്ടേഷന് കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. അല്ലാത്തപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോണത്. അപ്പോൾ അത് ഞാൻ എപ്പോഴാണ് ഫൗണ്ടേഷനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.